നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിക്വിഡ്സിൻ്റെ പ്രോപ്പർട്ടിയിൽ വേപ്പർ പ്രഷറും സർഫസ് ടെൻഷനും പറഞ്ഞു കഴിഞ്ഞായിരുന്നു അല്ലേ. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത് വിസ്കോസിറ്റി എന്ന ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണ് വിസ്കോസിറ്റി? നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്സ്. Viscosity is a measure of resistance to flow which arises due to internal friction between the layers of fluid as they slip past one another while liquid flows. നമുക്ക് പൊതുവേ ഒരു ലിക്വിഡിൻ്റെ ഫ്ലോ ലെയർ ആഫ്റ്റർ ലെയർ ആയിട്ട് വിചാരിക്കാം. നമ്മൾ വെറുതെ കുറച്ച് ലിക്വിഡ് ഒഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ആദ്യത്തെ ലെയർ ഗ്രൗണ്ട് പോയി ഒട്ടിപ്പിടിച്ച് നിൽക്കും. അതിൻ്റെ മുകളിലൂടെയാണ് രണ്ടാമത്തെ ലെയർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ മുകളിലൂടെയായിരിക്കും മൂന്നാമത്തെ ലെയർ മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ ലെയർ ആഫ്റ്റർ ലെയർ ആയിട്ടാണ് മൂവ്മെൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും വേഗത കുറഞ്ഞത് എവിടെയായിരിക്കും? ഗ്രൗണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ലിക്വിഡ് ലെയറിനായിരിക്കും വേഗത വളരെ കുറവ്. അതിന് മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ലെയറിന് ഒരല്പം വേഗത കൂടും. അതിനേക്കാൾ വേഗത അതിൻ്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ലെയറിനുണ്ടാവും. ഇപ്പോൾ ഒരു ലെയർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സെൻട്രൽ ലെയർ ഉണ്ട് വിചാരിക്കുക. അതിനേക്കാളും മുകളിലുള്ള ലെയറിന് കുറച്ച് വേഗത കൂടും. സെൻട്രൽ ലെയറിൻ്റെ വെലോസിറ്റി യു ആണെങ്കിൽ മുകളിലുള്ളയാളുടെ വെലോസിറ്റി യു പ്ലസ് ഡി യുയും താഴെയുള്ളയാളുടെ വെലോസിറ്റി യു മൈനസ് ഡി യുവുമാണ്. ഒരു ഗ്രൗണ്ടിലൂടെ നമ്മളൊരു ലെയറായിട്ട് പോവുകയാണെങ്കിൽ, ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, നമ്മളൊരു ട്യൂബ് ഫ്ലോ ആണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അത് ട്യൂബിനോട് ചേർന്ന് നിൽക്കുന്ന ലെയറായിരിക്കും വേഗത ഏറ്റവും കുറവ്. അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും വേഗത്തിൽ പോകുന്നത് സെൻട്രലുള്ള ലെയറായിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. പൊതുവേ നമ്മൾ ഗ്രൗണ്ടിലൂടെയുള്ള ഒരു സർഫസിലൂടെയുള്ള ലിക്വിഡ് മൂവ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ സർഫസിനോട് ചേർന്ന് നിൽക്കുന്നതിന് വേഗത കുറയും. മുകളിലുള്ള ലെയറിന് ഒരല്പം വേഗത ഉണ്ടാവും, അതിനേക്കാൾ വേഗത കൂടും. അങ്ങനെ കൂടിയാണ് വരിക. ഇനി ഒന്ന് നമുക്ക് നോക്കൂ, എന്താണ് സത്യത്തിൽ വിസ്കോസിറ്റി എന്ന് പറയുന്നത്? ഈസ് എ മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ഫ്ലോ വിച്ച് അറൈസസ് ഡ്യൂ ടു ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ലെയേഴ്സ് ഓഫ് ഫ്ലൂയിഡ് ആസ് ദേ സ്ലിപ്പ് പാസ്റ്റ് വൺ അനദർ വൈൽ ലിക്വിഡ് ഫ്ലോസ്. ലിക്വിഡിൻ്റെ ലെയറിൻ്റെ ഇടയിലുണ്ടാകുന്ന ഇൻറ്റേർണൽ ഫ്രിക്ഷനാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. സ്ട്രോങ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഹോൾഡ് ദം ടുഗദർ ആൻഡ് റെസിസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ലെയേഴ്സ് പാസ്റ്റ് വൺ അനദർ. ലിക്വിഡിൻ്റെ ഇടയിലൊക്കെ ഹൈഡ്രജൻ ബോണ്ട് ഒക്കെ ഉള്ളതാണെങ്കിലോ തീർച്ചയായും നിങ്ങൾക്കറിയാം അതിന് വിസ്കോസിറ്റി കൂടുതലായിരിക്കും, ഇൻറ്റേർണൽ ഫ്രിക്ഷൻ കൂടും. When a liquid flows over a fixed surface, the layer of molecule in the immediate contact of surface is stationary. The velocity of upper layers increases as the distance of layers from the fixed layer increases. This type of flow, in which there is a regular gradation of velocity in passing from one layer to the next layer, is called laminar flow. If we choose any layer in the flowing liquid, the layer above it accelerates its flow. ഇപ്പോൾ സെൻട്രൽ ലെയറിനെ ആക്സിലറേറ്റ് ചെയ്യുക ആരാണ്? മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ലെയറാണ്. ആരാണ് അതിനെ ഡീസിലറേറ്റ് ചെയ്യുക? താഴെയുള്ള ലെയറാണ്. നോക്കൂ എന്താ കൊടുത്തിരിക്കുന്നത്? ഇഫ് യു ചൂസ് എനി ലെയർ ഇൻ ദ ഫ്ലോയിങ് ലിക്വിഡ്, ദ ലെയർ above it accelerates its flow and layer below this retards its flow. If the velocity of the layer at a distance dz, രണ്ട് ലെയറുകൾക്കിടയിലുള്ള ദൂരം dz ആണ് എന്ന് വിചാരിക്കുക. ആ രണ്ട് ലെയറുകൾക്കിടയിലുള്ള വെലോസിറ്റി ഡിഫറൻസ് du ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ നാം പറയുന്ന ടേം എന്താണ്? വെലോസിറ്റി ഗ്രാഡിയൻറ്റ്. എന്താണ്? ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ ലെയർ അറ്റ് എ ഡിസ്റ്റൻസ് dz is changed by a value du, then the velocity gradient given by the amount du by dz. അപ്പോൾ എന്താണ് വെലോസിറ്റി ഗ്രാഡിയൻറ്റ്? ഡിഫറൻസ് ഇൻ സ്പീഡ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെയേഴ്സ്. എ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ ഓഫ് ലെയേഴ്സ്. ദിസ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് കോണ്ടാക്ട് ഓഫ് ലെയേഴ്സ് ആൻഡ് വെലോസിറ്റി ഗ്രാഡിയൻറ്റ്. എന്താണ് പറയുന്നത്? ഒരു ലിക്വിഡിൻ്റെ ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഇരിക്കുന്നത് കാരണം ലെയർ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണമെങ്കിൽ ഒരു ഫോഴ്സ് ആവശ്യമാണ്. ആ ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഫോഴ്സ് എന്തിനൊക്കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്? ബിറ്റ്വീൻ ദ ഏരിയ ഓഫ് ദ ലിക്വിഡ് ലെയേഴ്സ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മെക്കാനിക്സിലെ ഫ്രിക്ഷനുമായിട്ടൊരു വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? മെക്കാനിക്സിൽ നിങ്ങൾ ലോ ഓഫ് ഫ്രിക്ഷനിൽ എന്താ പഠിച്ചത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് എന്നാണ്.
എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നതോ തീർച്ചയായും ഈ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദ ഫോഴ്സ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ മോഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ആണ്. പിന്നെയോ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രാഡിയൻറ്റ്. കൊടുത്തത് നോക്കൂ ടെക്സ്റ്റിൽ, എഫ് പ്രൊപ്പോർഷണൽ ടു എ വേർ എ ഈസ് ഏരിയ ഓഫ് കോണ്ടാക്റ്റ്. എഫ് പ്രൊപ്പോർഷണൽ ടു ഡി യു ബൈ ഡി സെറ്റ് എന്താ കാര്യം? ഡി യു ബൈ ഡി എസ് ഈസ് വെലോസിറ്റി ഗ്രാഡിയൻറ്റ്. അപ്പം നമ്മൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്താലോ എഫ് പ്രൊപ്പോർഷണൽ ടു എ ഡി യു ബൈ ഡി സെറ്റ് എന്ന് പറയാൻ പറ്റും. ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആരാണ്? ഈറ്റ. എന്താ നമ്മൾ വിളിക്കുക? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയും. ഈറ്റ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. Viscosity coefficient is the force when the velocity gradient is unity and the area of contact is unit area. നമുക്കറിയാം ഇപ്പം എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്? ഫോഴ്സ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ മോഷൻ ഇഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് ഈസ് 1 യൂണിറ്റ് ആൻഡ് വെലോസിറ്റി ഗ്രാഡിയൻറ്റ് ഈസ് ഓൾസോ 1 യൂണിറ്റ്. ഇത് രണ്ടും ഈക്വൽ ആവുമ്പോൾ എഫ് ആറായി മാറും, എഫ് എന്ന് പറയുന്നയാൾ ഈറ്റയായി മാറും. ഇപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? എന്താണ്? വിസ്കോസിറ്റി കോഎഫിഷ്യൻ്റ് ഈസ് ദ ഫോഴ്സ് വെൻ വെലോസിറ്റി ഗ്രാഡിയൻറ്റ് ഈസ് യൂണിറ്റി ആൻഡ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ഈസ് യൂണിറ്റ് ഏരിയ. ദസ് ഈറ്റ ഈസ് എ മെഷർ ഓഫ് വിസ്കോസിറ്റി. SI യൂണിറ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ? SI യൂണിറ്റ് വരിക. നമുക്കറിയാം ഈറ്റ എന്ന് പറയുന്നത് സത്യത്തിൽ ആരാണ്? എഫ് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡി യു ബൈ ഡി സെറ്റ് ആയിരിക്കും അല്ലേ? എഫ് എന്ന് SI യൂണിറ്റ് എന്താ? ഫോഴ്സിന് നമുക്ക് വേണമെങ്കിൽ ന്യൂട്ടൺ എടുക്കാം, ഏരിയയ്ക്കോ മീറ്റർ സ്ക്വയർ എടുക്കാം. ഡി യു ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെ, വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡി സെറ്റിനോ ഡിസ്റ്റൻസിന് എന്തായിരിക്കും? മീറ്റർ ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മീറ്റർ അങ്ങ് കട്ട് ചെയ്തേക്കാം അല്ലേ? ആ പെർ സെക്കൻഡ് ന്യൂമറേറ്ററിലേക്ക് എടുക്കാം. അപ്പം ന്യൂമറേറ്ററിൽ ന്യൂട്ടൺ ഉണ്ട്, പിന്നെയോ പെർ സെക്കൻഡ് മേലേക്ക് പോയപ്പോൾ സെക്കൻഡായി, പിന്നെ മീറ്റർ സ്ക്വയർ മേലേക്ക് പോയപ്പോൾ പെർ മീറ്റർ സ്ക്വയർ ഉണ്ട്. ഇതാണ് നമ്മൾ SI യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. നോക്കൂ, SI യൂണിറ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? ന്യൂട്ടൺ സെക്കൻഡ് സ്ക്വയർ മീറ്റർ പെർ സ്ക്വയർ മീറ്റർ ആണ് അല്ലേ? ന്യൂട്ടൺ സെക്കൻഡ് പെർ സ്ക്വയർ മീറ്റർ ആയിരിക്കും SI യൂണിറ്റ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു തരത്തിൽ പറയാം. എങ്ങനെയാണ്? എഫ് ബൈ എ എന്ന് പറഞ്ഞാൽ ആരാ? ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് വേറൊരു പേരെന്താ? പാസ്കൽ. അപ്പം അതിന് നമ്മൾ പാസ്കൽ എന്ന് മാറ്റിയെടുത്ത് എഴുതിയാൽ പിന്നെ ആരാ ഉണ്ടാവുക? ഡി യു ബൈ ഡി സെറ്റ്. ഡി യു ബൈ ഡി സെറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ മീറ്റർ ഉണ്ടാവും. ശരിയല്ലേ? അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഈ സെക്കൻഡ് മേലേക്ക് കൊണ്ടുപോയാലോ നമുക്ക് എന്തെഴുതാം? പാസ്കൽ സെക്കൻഡ് എന്നെഴുതാം. അതിന് വേണമെങ്കിൽ നമുക്ക് പാസ്കൽ സെക്കൻഡ് എന്ന് പറയാം. ഇനി വേണമെങ്കിൽ കിലോഗ്രാമിൻ്റെ ടേംസിലേക്ക് നിങ്ങളൊന്ന് മാറ്റി നോക്കൂ. എങ്ങനെയായിരിക്കും കിലോഗ്രാമിൻ്റെ ടേംസിലേക്ക് നിങ്ങൾ മാറ്റാൻ പോകുന്നേ? നമുക്കൊന്ന് നോക്കി നോക്കാം. അതായത് നമ്മളെ കയ്യിലിരിക്കുന്ന യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഫോഴ്സ് അല്ലേ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ കിലോഗ്രാം, ആക്സലറേഷനോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ട്, പിന്നെ ഒരു സെക്കൻഡ് ഉണ്ട്, പിന്നെ മീറ്റർ റേസ് ടു -2. ഇതെല്ലാം കൂടി ചെയ്താലോ സെക്കൻഡ് ഒന്ന് കട്ട് ചെയ്തേക്കാം, മീറ്റർ ഒന്ന് കട്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെയും എഴുതാൻ പറ്റും. ഇതെല്ലാം തന്നെ എന്തിൻ്റെ യൂണിറ്റാണ്? SI യൂണിറ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. ഇനി CGS യൂണിറ്റിൽ നമ്മൾ എങ്ങനെയായിരിക്കും എക്സ്പ്രസ് ചെയ്യുക? SI യൂണിറ്റ് എന്തായിരുന്നു എന്നാണ് നമ്മൾ കണ്ടത്? കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 1000 ഗ്രാം ആണ് കിലോഗ്രാം. പെർ മീറ്റർ, ഒരു മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഹോൾ റേസ് ടു -1 ഉണ്ട്. CGSലും SI സിസ്റ്റത്തിലും സെക്കൻഡിൽ മാറ്റം ഇല്ലല്ലോ? ഇല്ല. അപ്പം നമുക്കിതൊന്ന് നോക്കിയാൽ എന്താ കിട്ടുക? 1000 ഗ്രാം ഉണ്ട്, ഡിനോമിനേറ്ററിൽ 100 സെൻറ്റിമീറ്റർ ഉണ്ട്, പെർ സെക്കൻഡ് ഓൾറെഡി അവിടെയുണ്ട് അല്ലേ? അപ്പം നമുക്ക് എന്തെഴുതാം? 10 ഗ്രാം സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പം നമുക്ക് SI സിസ്റ്റത്തിനെ CGSലേക്ക് മാറ്റിയാൽ ഓർത്തോളൂ എന്താണ്? 1 കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ്. എന്തൊക്കെ പറയാം അതിന്? പാസ്കൽ സെക്കൻഡ് എന്ന് പറയാം, പാസ്കൽ സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിലോ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം. ഇത് എന്ന് പറയുന്നത് 10 CGS യൂണിറ്റിലാണ്. CGS യൂണിറ്റിൽ നമ്മൾ പറയുന്ന പേരെന്താണ്? പോയസ്
അതിനാണ് നമ്മൾ പോയിസ്. അപ്പോൾ 10 പോയിസ് ആണ്. അപ്പോൾ ഒരു പോയിസ് എന്താണ്? 10⁻⁻1 SI സിസ്റ്റം ആണ് എന്നർത്ഥം. CGS യൂണിറ്റിൽ 1 പോയിസ് എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് പറയുന്നത്. ഒരു പോയിസും അതുപോലെ തന്നെ SI സിസ്റ്റവും തമ്മിൽ എന്താ ബന്ധം? 1 പോയിസ് ഈക്വൽ ടു 10⁻⁻1 പാസ്കൽ സെക്കൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ തിരിച്ചു പറയാം. എങ്ങനെയാണ്? ഒരു പാസ്കൽ സെക്കൻഡ് എന്ന് പറയുന്നത് 10 പോയിസ് ആണ് എന്ന് പറയാം. പോയിസ് എന്ന വേർഡ് വന്നത് നെയിംഡ് ആഫ്റ്റർ ദ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ജീൻ ലൂയിസ് പോയ്സ്യൂ. 1 പോയിസ് ഈക്വൽ ടു 1 gram per centimeter per second or 10⁻⁻1 kilogram per meter per second. Clear now? Greater the viscosity, the more slowly the liquid flows. നമുക്കറിയാം ഹൈലി വിസ്കസ് ആയ ഗ്ലിസറിൻ, തേന് ഇതൊക്കെ വളരെ പതുക്കെ ഒഴുകുള്ളൂ. ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് വാണ്ടർവാൾസ് ഫോഴ്സസ് ആർ സ്ട്രോങ് ഇനഫ് ടു കോസ് ഹൈ വിസ്കോസിറ്റി. ഗ്ലാസ് ഈസ് ആൻ എക്സ്ട്രീംലി വിസ്കസ് ലിക്വിഡ്. പ്ലീസ് നോട്ട്, ഗ്ലാസ് ഈസ് നോട്ട് എ ട്രൂ സോളിഡ്. അതാരാണ്? ഹൈലി വിസ്കസ് ലിക്വിഡ് ആണ്. നിങ്ങൾ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിൽ അമോർഫസ് സോളിഡ്സിനെ പറ്റി പഠിക്കുമ്പോൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഗ്ലാസ് ഈസ് എക്സ്ട്രീംലി വിസ്കസ് ലിക്വിഡ്. ഇറ്റ് ഈസ് സോ വിസ്കസ് ദാറ്റ് മെനി ഓഫ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് റിസംബിൾസ് സോളിഡ്. അത്രയും വിസ്കസ് ആയ ഒരു ലിക്വിഡാണ്. അവൻ സോളിഡ് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഹൗവർ, property of flow of glass can be experienced by measuring the thickness of window panes of old buildings. പഴയ ബിൽഡിങ്ങിൻ്റെ വിൻഡോ പാൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തിക്കർ ആയിരിക്കും ബോട്ടം. അതിൻ്റെ താഴത്തെ ഭാഗം കട്ടി കൂടും. എന്താ കാരണം? അത് ഗ്രാവിറ്റിക്ക് അനുസരിച്ച് പതുക്കെ താഴേക്ക് ഒഴുകി വന്നിരുന്നു എന്നർത്ഥം. ദിസ് ബിക്കംസ് തിക്കർ അറ്റ് ദ ബോട്ടം ദാൻ അറ്റ് ദ ടോപ്പ്. എന്താ കാരണം? സ്ലോലി ഇറ്റ് ക്യാൻ മൂവ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. Viscosity of liquids decreases as the temperature rises because at high temperature molecules have high kinetic energy and can overcome the intermolecular forces to slip fast one another between the layers. ചൂട് കൂടുമ്പോൾ മോളിക്യൂളിൻ്റെ ഇടയിലുള്ള സ്പീഡ് കൂടും. സ്പീഡ് കൂടുമ്പോൾ ലെയറുകൾക്കിടയിലുള്ള അട്രാക്ഷൻ കുറയും. അപ്പോൾ തന്നെ എന്ത് സംഭവിക്കും? വിസ്കോസിറ്റി കുറയും. നമ്മളോട് ഒരു പക്ഷേ ചോദിക്കാം, എന്താണ് ഇലക്ട്രിക് ഷോക്ക് അടിച്ചയാളെ നമ്മൾ എന്താ ചെയ്യുക? സർക്യൂട്ടിൽ നിന്നൊക്കെ വേർപ്പെടുത്തി കഴിഞ്ഞാൽ പതുക്കെ ശരീരം ഒന്ന് മസാജ് ചെയ്യും അല്ലേ? എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നമുക്കറിയാം, ബ്ലഡ് പതുക്കെ കറണ്ട് പോകുമ്പോൾ വിസ്കസ് ആവും. വിസ്കസ് ആയി കഴിഞ്ഞാൽ ബ്ലഡ് കാപ്പിലറീസിനകത്തൂടി ഒഴുകാൻ പാടായിരിക്കും. അപ്പം ബോഡി ഒന്ന് വാമാക്കി കൊടുക്കും. ബോഡി ഒന്ന് വാമാക്കുമ്പോഴോ ചെറിയ കാപ്പിലറീസിലൂടെ ബ്ലഡിനെ ഒഴുകാൻ പറ്റും. ഓക്കെ അല്ലേ? സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും ചൂട് കൂടുന്നതിനനുസരിച്ച് കുറയും. രണ്ടിനും കാരണം എന്താണ്? ചൂട് കൂടുമ്പോൾ മോളിക്കുലാർ സ്പീഡ് കൂടും, മോളിക്യൂളിൻ്റെ ഇടയിലുള്ള അട്രാക്ഷൻ കുറയും. നമുക്കിനി അതിൻ്റെ സമ്മറി ഒന്ന് വായിച്ചേക്കാം. ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓപ്പറേറ്റ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. ദീസ് ഫോഴ്സസ് ഡിഫർ ഫ്രം പ്യുവർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. ഓൾസോ ദീസ് ഡു നോട്ട് include forces that hold atoms of a covalent molecules together through covalent bond. Competition between thermal energy and intermolecular interactions determines the state of matter. Bulk properties of matter such as behavior of gases, characteristics of solids and liquids, and change of state depend upon energy of constituent particles and the type of interaction between them. Chemical properties of substance do not change with the change of state, but the reactivity depends upon the physical state. Forces of interaction between gas molecules are negligible and are almost independent of their chemical nature. Interdependence of some observable properties, namely pressure, volume, temperature, and mass, leads to different gas laws obtained from experimental studies on gases. Boyle's law states that under isothermal condition, pressure of a fixed amount of a gas is inversely proportional to its volume. Charles' law is a relationship between volume and absolute temperature under isobaric condition. It states that volume of a fixed amount of gas is directly proportional to its absolute temperature, that is V proportional to T. If state of a gas is represented by P1, V1 and T1 and it changes to a state
at P2, V2 and T2, then relationship between these two states is given by combined gas law, according to which P1 V1 by T1 equal to P2 V2 by T2. Any of the variables of this gas can be found out if other 5 variables are known. Avogadro law states that equal volumes of all gases under the same conditions of temperature and pressure contain equal number of molecules. Dalton's law of partial pressure states that total pressure exerted by a mixture of non-reacting gases is equal to the sum of partial pressures exerted by them. Thus, P equal to P1 plus P2 plus P3 plus etc. Relationship between pressure, volume, temperature and number of moles of a gas describes its state and is called equation of state of gas. Equation of state of ideal gas is PV is equal to nRT, where R is a gas constant and its value depends upon units chosen for pressure, volume and temperature. You please note that ഇവിടെ കൊടുത്തു നോക്കൂ, the value of gas, the value of R depends on the units chosen for pressure, volume and temperature വേണമെന്നില്ലായിരുന്നു. കാരണം ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് ഏത് യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്താലും നമ്മളത് കെൽവിനിൽ മാത്രമേ പറയുള്ളൂ. At high pressure and low temperature, intermolecular forces start operating strongly between the molecules of gases because they come close to each other. Under suitable temperature and pressure, conditions of gases can be liquefied. ഏതാണ് condition? Suitable temperature and pressure conditions. Gases can be liquefied. Liquids may be considered as continuation of gas phase into region of small volume and very strong molecular attractions. Some properties of liquids, example, surface tension and viscosity, are due to strong intermolecular forces of attractive forces. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലേ, ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. ലിക്വിഡ്സ് മേ ബി കൺസിഡർഡ് ആസ് കണ്ടിന്യൂവേഷൻ ഓഫ് ഗ്യാസ് ഫേസ് into a region of small volume and a very strong molecular attraction. ഒരു ഗ്യാസിനെ ചെറിയ സ്ഥലത്തേക്ക് നീക്കി എടുത്തു കഴിഞ്ഞാൽ അത് എന്തായി മാറി? ലിക്വിഡായി മാറി എന്നർത്ഥം. നമുക്ക് NCERTയിലെ വിട്ടുപോയ കുറച്ച് ചോദ്യങ്ങൾ കൂടി ചെയ്തിട്ട് ഈ യൂണിറ്റ് കൺക്ലൂഡ് ചെയ്യാം. A mixture of dihydrogen and dioxygen at 1 bar pressure contain 20% by weight of dihydrogen. Calculate partial pressure of dihydrogen. നമുക്കറിയാം പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻറ്റു ടോട്ടൽ പ്രഷർ എടുക്കണം എന്ന്. ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ അവർ പറയാണ്, നിങ്ങൾ ആകെ 100 ഗ്രാം എടുത്താൽ അതിൽ 20 ഗ്രാം ഹൈഡ്രജൻ ആയിരിക്കും, 80 ഗ്രാം ഓക്സിജൻ ആയിരിക്കും എന്ന്. അങ്ങനെയാണെങ്കിൽ 20 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട് എന്ന് എസ്യൂം ചെയ്താൽ അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് 20/2. അങ്ങനെയാണ് എങ്കിൽ ആകെ നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? 20/2 ഹൈഡ്രജനും 80/32 ഓക്സിജനും. എം ഐ റൈറ്റ്? അപ്പോൾ എന്തായിരിക്കും കിട്ടുക? ഇൻറ്റു ടോട്ടൽ പ്രഷർ എത്രയാണ്? 1 ബാർ. ക്ലിയർ? അപ്പോൾ സോ 10 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 80/32. വേണമെങ്കിൽ നിങ്ങൾ 16 കൊണ്ട് വെട്ടിക്കോളൂ. നമുക്കറിയാം 16×5 എത്രയാണ്? 16×5 80. 32ലോ 16 2 പ്രാവശ്യം. അപ്പോൾ ഇത് 2.5 എന്നായിരിക്കും കിട്ടിയത്. ആം ഐ റൈറ്റ്? ശരി തന്നെയല്ലേ ഞാൻ ചെയ്യുന്നത്? അപ്പം അങ്ങനെയാണ് എങ്കിൽ 10 ഡിവൈഡഡ് ബൈ 12.5 എന്നായിരിക്കും കിട്ടിയത്. ഐ ഹോപ്പ് ഐ ആം റൈറ്റ്. ശരിയല്ലേ? അപ്പം അങ്ങനെയാണ് എങ്കിൽ 100 ഡിവൈഡഡ് ബൈ 125, 25 കൊണ്ട് വെട്ടിയാൽ 4/5 എന്ന് വെച്ചാൽ 0.8 എന്നാണ് എനിക്ക് കിട്ടിയത്. ആം ഐ റൈറ്റ്? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് വുഡ് ബി ദ SI യൂണിറ്റ് ഓഫ് ദ ക്വാണ്ടിറ്റി PV²T² ഡിവൈഡഡ് ബൈ N? എന്താണ് SI യൂണിറ്റ് എന്നാണ് ചോദിച്ചത്. P ആരാണ്? പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫോഴ്സ് ബൈ ഏരിയ ആണെന്ന് എനിക്കറിയാം. ഫോഴ്സിന് നമുക്ക് SI യൂണിറ്റിൽ ന്യൂട്ടൺ എന്ന് വേണേൽ എടുക്കാം, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എടുക്കാം അല്ലേ? ന്യൂട്ടൺ. ഏരിയയ്ക്ക് എന്തെടുക്കാം? എനിക്ക് ഏരിയയ്ക്ക് മീറ്റർ സ്ക്വയർ എന്ന് എടുക്കാം. V² ഉണ്ട്. വോള്യൂമിന് നമ്മൾ എന്താ യൂണിറ്റ് എടുക്കുക? SI യൂണിറ്റിൽ മീറ്റർ ക്യൂബാണ്. അപ്പം മീറ്റർ ക്യൂബിൻ്റെ സ്ക്വയർ ആണ് എനിക്ക് വേണ്ടത്. m⁻⁶ എന്ന് കിട്ടും. T എന്താണ്? കെൽവിനാണ്. കെൽവിൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? മോൾ ഉണ്ട്. ഇത്രയേ ചെയ്യേണ്ട കാര്യമുള്ളൂ.
അല്ലേ? അപ്പം ന്യൂട്ടൺ ഉണ്ട്, ന്യൂമറേറ്ററിൽ മീറ്റർ റേസ് ടു 6 ഉണ്ട്, താഴെയുള്ള മീറ്റർ സ്ക്വയർ കട്ട് ചെയ്താൽ മീറ്റർ റേസ് ടു 4 എന്ന് കിട്ടും. പിന്നെ കെൽവിൻ സ്ക്വയർ കിട്ടും, മോൾ ഇൻവേഴ്സ് എന്നായിരിക്കും നമുക്ക് കിട്ടിയത്. ശരിയല്ലേ? ഇനി ഇങ്ങനെ തന്നെ എഴുതണം എന്നില്ല. നിങ്ങൾക്കറിയാം ന്യൂട്ടൺ എന്ന് പറയുന്നത് ആരാണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ശരിയല്ലേ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഏതിന്? ന്യൂട്ടൺ, ഫോഴ്സ് ഇൻറ്റു ആക്സലറേഷൻ. വീണ്ടും മീറ്റർ റേസ് ടു 4 ഉണ്ട്, കെ സ്ക്വയർ ഉണ്ട്, മോൾ ഇൻവേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് എങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? കിലോഗ്രാം മീറ്റർ റേസ് ടു 5 പെർ സെക്കൻഡ് സ്ക്വയർ കെൽവിൻ സ്ക്വയർ പെർ മോൾ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തതിലേക്ക് ഒന്ന് പോകാം. ഇൻ ടേംസ് ഓഫ് ചാൾസ് ലോ എക്സ്പ്ലെയിൻ വൈ -273 ഡിഗ്രി സി ഈസ് ദ ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ. നമുക്കറിയാം ചാൾസ് ലോ പറയുന്നത് ഫോർ എവരി ഡിഗ്രി റൈസ് ഇൻ, അല്ലേ, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഗ്യാസിൻ്റെ വോള്യൂം V0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ എന്തായിരിക്കും? വോള്യൂം അറ്റ് -1 ഡിഗ്രി എന്തായിരിക്കും? നമുക്കറിയാം V0ൻ്റെ വോള്യൂമിൽ നിന്ന് പോട്ടെ 1 ഡിഗ്രിയിൽ എന്തായിരിക്കും? +1 ഡിഗ്രിയിൽ എന്തായിരിക്കും? നിങ്ങൾക്കറിയാം 1 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാക്കിയാൽ വോള്യൂം കൂടും. എത്ര കണ്ട് കൂടും? 0 ഡിഗ്രിയിൽ ഇരിക്കേണ്ട വോള്യൂം എത്രയോ അതിൻ്റെ 1/273 പാർട്ട് കൂടും. അങ്ങനെയാണെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന ഗ്യാസിൻ്റെ വോള്യൂം എന്താണ്? 0 ഡിഗ്രിയിൽ ഇരിക്കുന്ന ഗ്യാസിൻ്റെ വോള്യൂമിൻ്റെ കൂടെ 0 ഡിഗ്രിയിൽ ഇരിക്കുന്ന വോള്യൂമിൻ്റെ 2/273 കൂടും. അങ്ങനെയാണെങ്കിൽ 3 ഡിഗ്രി സെൽഷ്യസിൽ എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമല്ലോ? V0 × 1 + 3/273 ആണ്. പൊതുവെ അങ്ങനെയാണെങ്കിൽ T ഡിഗ്രി സെൽഷ്യസിൽ എന്തായിരിക്കും? V0 × 1 + T/273 ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഈ പിസ്റ്റൻ്റെ ടെമ്പറേച്ചർ താഴ്ത്തി വന്നാൽ എന്താ ഉണ്ടാവുക? താഴ്ത്തി വന്നാൽ വോള്യൂം ഇങ്ങനെ കുറഞ്ഞു വരും. അങ്ങനെ കുറച്ച് ആ Tക്ക് പകരം നിങ്ങൾ -273 വെച്ച് കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? വോള്യൂം അറ്റ് -273 ഡിഗ്രി ഈക്വൽ ടു V0 × 1 - 273/273 ദാറ്റ് ബിക്കം 0. എന്ന് വെച്ചാൽ തിയറട്ടിക്കലി അവിടെ ഉണ്ടായിരുന്ന ഗ്യാസിൻ്റെ വോള്യൂം ഇല്ലാതായി പോകും, അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗിവൺ മാസ് ഓഫ് ഗ്യാസ് വെച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അത് ടെമ്പറേച്ചർ താഴ്ത്തി വന്നാൽ പിസ്റ്റൺ ഇങ്ങനെ താണ് വന്ന് വോള്യൂം 0 ആയി പോകേണ്ട ടെമ്പറേച്ചറാണ് -273. സോ ഇറ്റ്സ് എന്താണ്? വെരി ലോവസ്റ്റ് ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് മീത്തൈൻ തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദീസ് ഹാസ് സ്ട്രോങ്ങർ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ആൻഡ് വൈ? നമുക്കറിയാം ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നയാളെ, അതായത് അയാളെ വേഗം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് NCERTയിലെ തന്നെ ക്വസ്റ്റ്യനാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് പറഞ്ഞത് എന്ന് എല്ലാവരും ഒന്ന് ഇപ്പം തന്നെ നോക്കുക. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലാണെന്ന് വെച്ചാൽ അവനെയാണ് എനിക്ക് ലിക്വിഫൈ ചെയ്യാൻ എളുപ്പം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇടയിലാണ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ കൂടുതലുള്ളത് എന്നർത്ഥം. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുമ്പോഴാണ് ലിക്വിഫയബിലിറ്റി കൂടുന്നത്. എക്സ്പ്ലെയിൻ ദി ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് വാണ്ടർ വാൾസ് പാരാമീറ്റർ. നിങ്ങൾക്കറിയാം എന്താണ്? P+n²a/v² V - NB = nRT എന്ന് പറയുന്ന ഇക്വേഷനിലാണ് AB എന്ന് പറയുന്ന 2 വാണ്ടർ വാൾസ് കോൺസ്റ്റന്റ് ഇരിക്കുന്നത്. A എന്ന് പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് മെഷർ ഓഫ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. മോളിക്യൂളിൻ്റെ ഇടയിൽ ആകർഷണം കൂടുകയാണെങ്കിൽ A വാല്യൂ കൂടുതലാണ് എന്നർത്ഥം. നമ്മൾ കണ്ടു കഴിഞ്ഞു. എയുടെ യൂണിറ്റ് അപ്പോൾ എന്ത് വരും? നിങ്ങൾക്കറിയാം ഈ ടേം ഇതിൻ്റെ കൂടെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാലോ, യൂണിറ്റ് സെയിം ആയാലല്ലേ ആഡ് ചെയ്യാൻ പറ്റൂ. ആരെങ്കിലും നിങ്ങളോട് 10 ഗ്രാമിൻ്റെ കൂടെ 5 മീറ്റർ ആഡ് ചെയ്താൽ എന്ത് വരും എന്ന് ചോദിച്ചാൽ 15 ഗ്രാമെന്നോ 15 മീറ്ററെന്നോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരേ യൂണിറ്റ് വന്നാൽ മാത്രമേ നമുക്ക് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. 10 ഗ്രാമിൻ്റെ കൂടെ 5 ഗ്രാം കൂട്ടിയാൽ 15 ഗ്രാം കിട്ടുമായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 2 ടേമും ആഡ് ചെയ്ത് നിൽക്കണമെങ്കിൽ 2 പേരുടെയും യൂണിറ്റ് സെയിം ആയിരിക്കണം. പ്രഷറിൻ്റെ യൂണിറ്റ് എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം? എനിക്ക് വേണമെങ്കിൽ പ്രഷറിൻ്റെ യൂണിറ്റ് ATMൽ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ബാറിൽ എക്സ്പ്രസ് ചെയ്യാം, അല്ലേ? ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ATMലാണ് ഞാൻ എക്സ്പ്രസ് ചെയ്തതെങ്കിൽ എന്ത് പറയാം? n²a/v² എടുത്താൽ എനിക്ക് ATM കിട്ടണം. ശരിയല്ലേ? അപ്പോൾ എയുടെ യൂണിറ്റ് എന്തായിരിക്കണം? ATM × v². വോള്യൂമിന് എന്താണ്? വോള്യൂമിന് എനിക്ക് വേണമെങ്കിൽ സാധാരണ ലിറ്റർ പറയാം. അപ്പോൾ ലിറ്ററിൻ്റെ സ്ക്വയർ. പിന്നെയോ n² ഡിനോമിനേറ്ററിലുണ്ട്.
ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ മോൾ സ്ക്വയർ. ഇപ്പോൾ ATM ലിറ്റർ സ്ക്വയർ പെർ മോൾ സ്ക്വയർ ആണ് എയുടെ യൂണിറ്റ് എന്ന് പറയാം. ഇനി മാത്രമല്ല എയുടെ യൂണിറ്റ് അത് തന്നെ ആവണമെന്നില്ല, ATMന് പകരം ബാർ എന്ന യൂണിറ്റ് എടുക്കാം. ഇനി SI യൂണിറ്റിലേക്ക് പോകണം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ATMന് പകരം നിങ്ങൾക്ക് പാസ്കൽ എന്ന യൂണിറ്റ് എടുക്കാം. അപ്പം അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്കിവിടെ പാസ്കൽ എടുക്കാം. ലിറ്ററിന് പകരം മീറ്റർ ക്യൂബ്, അതിൻ്റെ സ്ക്വയർ എടുക്കാം, മീറ്റർ റേസ്റ്റ് 6 എടുക്കാം. അപ്പോൾ നമുക്ക് പാസ്കൽ മീറ്റർ റേസ്റ്റ് 6 മോൾ റേസ്റ്റ് -2 എന്നൊക്കെ എഴുതാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന വാണ്ടർ വാൾസ് കോൺസ്റ്റന്റ് സിഗ്നിഫിക്കൻസ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അത് സൈസ് ഓഫ് ദ മോളിക്യൂളുമായി ഡിപ്പെൻഡൻ്റ് ആണ്. സത്യത്തിൽ നിങ്ങൾക്കറിയാം ബി എന്ന് നമ്മൾ പറയുന്നത് അവഗാഡ്രോ നമ്പർ ഓഫ് സിംഗിൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോള്യൂം ഇൻറ്റു 4 ആണ് എന്ന് നമ്മൾ കണ്ടു. ഇതിനെയാണ് നമ്മൾ സാധാരണ ബി എന്ന വാല്യൂ എക്സ്പ്രസ് ചെയ്യാറ്. ഒരു മോളിക്യൂളിൻ്റെ വോള്യൂമിൻ്റെ 4 ടൈംസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി കിട്ടും. എന്ന് വെച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ്. ക്ലിയർ? ആരോമലൊക്കെ ആൻസർ അടിക്കുന്നുണ്ടായിരുന്നു? വെരി ഗുഡ്. നമുക്ക് അടുത്തതിലേക്കൊന്ന് പോകാം. നമുക്ക് ഇത്രയും ചോദ്യങ്ങളെ വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്റർ ഒന്നുകൂടി നിങ്ങളൊന്ന് വായിച്ച് നോക്കാം. ഇതേപോലെ തന്നെ എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾ വായിച്ച് നോക്കണം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടായോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, എല്ലാം നമ്മളൊന്നുകൂടി കൃത്യമായിട്ട് ഓരോ വരിയിലൂടെയും ഞാൻ കാണാത്ത വരിക്ക് കൂടെ നിങ്ങൾ കാണാൻ പറ്റണം. NCERT ടെക്സ്റ്റ് ബുക്കിലെ ടീച്ചേഴ്സ് പറയുന്നതിനേക്കാളും കൂടുതൽ മീനിങ് നിങ്ങൾക്ക് ഓരോ വരിയിൽ നിന്നും കാണാൻ സാധിക്കണം കേട്ടോ. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് മാസ്റ്റർ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഐ ഹോപ്പ് യു ക്യാൻ കൺക്ലൂഡ്. വേറെ ഒന്നും തന്നെ ഇല്ലല്ലോ? വേറെ സംശയങ്ങളൊന്നും തന്നെ നിങ്ങൾക്കില്ലല്ലോ? ഇല്ല. ഓക്കെ, ഓക്കെ. ഡൗട്ട് ഉണ്ട് എന്ന് പറയുന്ന ആരാണ്? സഹലിന് എന്താ ഡൗട്ട്? സഹലിന് എന്തോ ഡൗട്ട് ഉണ്ടല്ലോ. സഹൽ എന്തോ ഒരു ഡൗട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്നല്ലാതെ ഡൗട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താണ് സഹലിൻ്റെ ഡൗട്ട്? സഹലിൻ്റെ ഡൗട്ട് കൂടി കേട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് പോകാമായിരുന്നു. എന്താണ് സഹൽ അടിച്ചത് മനസ്സിലായില്ലല്ലോ. ആൻഡ്രൂസ് ഗ്രാഫിലാണോ സഹൽ? ആൻഡ്രൂസ് ഗ്രാഫ് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നല്ലോ. നമ്മൾ ആൻഡ്രൂസിൻ്റെ ഗ്രാഫ് വളരെ കൃത്യമായിട്ട് തന്നെ വരച്ചായിരുന്നു. ഇന്നലത്തെ ക്ലാസ് ഒന്നുകൂടി നോക്കാവോ സഹലിന്? ഇന്നലെ നമ്മൾ ആൻഡ്രൂവിൻ്റെ ഗ്രാഫുകൾ കൃത്യമായിട്ട് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? അതിലെന്തെങ്കിലും സംശയം ഉണ്ടായോ? അതിലേത് ഭാഗമാണ് സംശയം വരുന്നത്? ആൻഡ്രൂവിൻ്റെ ലിക്വിഫാക്ഷൻ ഗ്രാഫ് നമ്മൾ വരച്ചത് ഓർക്കുന്നില്ലേ? അതിലങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് ഇനി അടുത്ത യൂണിറ്റ് കാണാം. കൺക്ലൂഡ് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു.